നമസ്കാരം ഫ്രണ്ട്സ്, ടെക് ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നാളെ തന്നെ നടക്കാൻ പോകുന്ന സെക്കൻഡ് മാച്ചാണ്. അപ്പോൾ ഫസ്റ്റ് മാച്ചിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ നല്ലൊരു മാച്ചാണ്. ഒരു അല്പം റിസ്കി ആണെങ്കിൽ കൂടെ ജി എൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. ജി എൽ ടിപ്സൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്റ്റാറ്റ്സ് വൈസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാളെ സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് വീഡിയോ കണ്ടിട്ട് ഇടാനൊക്കെ പറ്റുന്ന ഒരു അവസരമാണ്. അപ്പോൾ ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ ഇന്ന് നടക്കാൻ പോകുന്ന FRB MOB ആണെന്നുണ്ടെങ്കിലും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാച്ചാണ്. ഫ്രാങ്ക്ഫർട്ടും ബൊറൂസിയ ഗ്ലാഡ്ബാച്ചും തമ്മിലുള്ളത്. അപ്പോൾ അതും ഫുൾ 100% സേഫ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം 100% സേഫ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈറ്റാണ്. ഇപ്പോഴത്തെ ബുണ്ടസ്ലീഗ മാച്ചസ് രണ്ട് സൈഡും പെർഫോം, പിന്നെ ഹോം അഡ്വാൻറ്റേജ് എവേ അഡ്വാൻറ്റേജ് എല്ലാം കൂടെ നോക്കുമ്പോൾ നമുക്ക് 100% സേഫ് എന്ന് പറയാനായിട്ട് ടീംസ് വളരെ കുറവാണ്. ബട്ട് എന്നിരുന്നാലും നിങ്ങൾക്ക് SL-ഉം GL-ഉം ഒരുമിച്ച് കളിക്കാന്നുള്ള മാച്ചസ് തന്നെയാണ് ഞാൻ എപ്പോഴും തരുന്നത്. ഞാൻ എന്തെങ്കിലും എനിക്ക് റിസ്ക് ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും വീഡിയോ തരത്തില്ല. കാരണം നിങ്ങളെ ലോസ് ആക്കാൻ ഞാനൊരു വീഡിയോ പ്രൊവൈഡ് ചെയ്യത്തില്ല. അതാദ്യം മനസ്സിലാക്കുക. പിന്നെ കഴിഞ്ഞൊരു ദിവസം എനിക്ക് തോന്നുന്നു ചൊവ്വാഴ്ചയാണെന്ന് തോന്നുന്നു, ഞാൻ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. ഞാൻ വീഡിയോ ഇടാത്തതിൻ്റെ റീസൺ അന്നുള്ള മാച്ച് ഒരു അല്പം റിസ്കി ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടായിരുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, എനിക്ക് വയ്യായിരുന്നു. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഓൾറെഡി ആ വീഡിയോ ഇടാതിരുന്ന ദിവസം അടുത്ത ദിവസം ആരോ 2-3 പേര് എനിക്ക് മെസ്സേജ് അയച്ചു, ബ്രദറും വീഡിയോസ് ഇടുന്നത് നിർത്തിയോ അല്ലെങ്കിൽ അനാലിസിസ് പ്രൊവൈഡ് ചെയ്യുന്നത് നിർത്തിയോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പേര് എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു. അപ്പോൾ ഇന്നലെ ഞാനൊരു FRB MOB ഇട്ടു. അപ്പോൾ അതിനുശേഷവും ഈ വീഡിയോ ഇട്ടില്ലേ എന്ന് പറഞ്ഞ ആൾക്കാർ ആ വീഡിയോ ഇട്ടതിന് ശേഷം വീഡിയോ ഒന്ന് കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. അവരെ ഒന്നും കണ്ടിട്ടില്ല ആ സൈഡിൽ കൂടെ പോലും. അപ്പോൾ ഞാൻ വീഡിയോ ഇടുമ്പോൾ പ്ലീസ് എന്നെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇടാതിരിക്കുമ്പോൾ ഞാൻ നിങ്ങളെ ഓർപ്പിക്കേണ്ട കാര്യമില്ല. ഞാൻ വീഡിയോ ഇടാതിരിക്കുന്ന എന്തെങ്കിലും ഒരു റീസൺ കൊണ്ടായിരിക്കും. ഞാൻ അല്ലാന്നുണ്ടെങ്കിൽ മനഃപൂർവ്വം ഒരു മാച്ചും അവോയ്ഡ് ചെയ്യത്തില്ല. എനിക്ക് ഈ ഒരു വീഡിയോ പ്രൊവൈഡ് ചെയ്തിട്ട് എനിക്ക് യാതൊരു ബെനിഫിറ്റും ഞാൻ എടുക്കുന്നില്ല. കാരണം എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ എനേബിൾഡ് അല്ല. ഞാൻ സൈഡിൽ കൂടെ ആരുടെയൊന്നും പ്രൈമിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കുന്നില്ല, ഒന്നുമില്ല. അപ്പോൾ ഞാനിതൊരു പ്രോഫിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുന്ന വീഡിയോസ് അല്ല. അപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് കുറേ പേർക്ക് GL അടിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ മാത്രമാണ് ഞാൻ ചെയ്തത്. അതാണ് എൻ്റെ എയിമും. അപ്പോൾ നിങ്ങളുടെ മാക്സിമം GL അടിക്കുന്ന മെസ്സേജ് മാത്രം എനിക്ക് കിട്ടിയാൽ മതി. അതാണ് നിങ്ങൾക്ക് എനിക്ക് തരാനുള്ള മാക്സിമം ഉള്ള ഗിഫ്റ്റ്. അപ്പോൾ വീഡിയോ ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും ഒരു റീസൺ കാണും. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ മാക്സിമം വീഡിയോസ് പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഗിവൺ ആ ഒരു മാച്ച് റിസ്ക് ഇൻവോൾവ് അല്ലാത്തതാണെന്നുണ്ടെങ്കിൽ ഓക്കെ. അപ്പോൾ ആമുഖം നമുക്ക് നിർത്താം. അപ്പോൾ നാളത്തെ മാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ടൈം ബയേൺ മ്യൂണിക്കിൻ്റെ ടൈമിൽ, അതായത് വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന മാച്ചാണ്. ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇടാൻ പറ്റുന്ന ഒരു മാച്ചാണ്, ദയവായിട്ട് ഇടുക. അപ്പോൾ നമുക്ക് പ്രീവ്യൂയിലേക്ക് പോകാം. ഇനി പ്രീവ്യൂവിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെഗ്സ്പെക്കിനെ സംബന്ധിച്ചിടത്തോളം സെക്കൻഡ് പ്ലേസിലേക്ക് പോകാൻ പറ്റിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നാളത്തെ മാച്ച്. ബൊറൂസിയ ഡോർട്ട്മണ്ടാണ് ഇപ്പോൾ സെക്കൻഡ് പ്ലേസ് നിൽക്കുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇനി ലെഗ്സ്പെക്കിൻ്റെ മൊത്തത്തിൽ റീസ്റ്റാർട്ടിന് ശേഷമുള്ള ക്യാമ്പയിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 കളിയിൽ അവർ ഡ്രോ, 2 കളിയിൽ വിന്നിങ്സ് ആണ്. അപ്പോൾ അവർ തോറ്റിട്ടില്ല. പക്ഷേ 2 കളിയിൽ ഡ്രോ എന്നുള്ളത്, അതും ഹോമിലാണ് 2 ഗെയിമും ഡ്രോ ആയിട്ടുള്ളത്. അതൊരു ചെറിയൊരു നിരാശയുണ്ട് കോച്ചിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ കഴിഞ്ഞ മാച്ചിലാണെന്നുണ്ടെങ്കിൽ അവർ 4-2 1 ഗോൾ, അതായത് FC കോലിനുമായിട്ടുള്ള ഒരു മാച്ചിൽ അവർ ജയിച്ചായിരുന്നു. കാരണം അവർ ഓൾറെഡി ബാക്കിലോട്ടായിരുന്നു. FC കോലിൻ്റെ ആ മാച്ചിൽ 1 ഗോൾ ഡൗൺ ആയിരുന്നു. പക്ഷെ പിന്നീട് അവർ എങ്ങനെയോ അത് ജയിച്ചായിരുന്നു. അതായത് ടീമിന് ബൗൺസ് ചെയ്ത് തിരിച്ചു വരാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും ഹോമിൻ്റെ 2 മാച്ച് ഡ്രോ ആവുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ അവർ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിരിക്കും. അപ്പോൾ ഈ മാച്ച് എന്തായാലും 2 പോയിൻറ്റ്സ് ഡൗൺ നിൽക്കുന്ന ടീം ആയതുകൊണ്ട് തന്നെ അവർ ജയിക്കാൻ വേണ്ടി മാക്സിമം നോക്കും. ഇനി പാഡർബോണ്ട് കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കളിയിൽ ബൊറൂസിയ ഡോർട്ട്മണ്ട് അവരെ അട്ടിമറിയാണ്. അവരെ ഗോൾ അടിച്ച് കൊന്നു എന്നാണെങ്കിൽ പറയാം. 6-1 ജയിച്ചിരിക്കുന്നത്. അപ്പോൾ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ജസ്റ്റ് 19 പോയിൻറ്റ്സ് ആണ് 29 ലീഗ് ഔട്ടിങ്സിൽ നിന്ന് എടുത്തിരിക്കുന്നത്. ഓൾറെഡി അവരൊരു റിലേഗേഷൻ്റെ സോണിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒരു 9 പോയിൻറ്റ്സ് ആണ് അവർക്ക് സേഫ്റ്റി ഒരു കാറ്റഗറിയിൽ എത്താൻ വേണ്ടി. ജസ്റ്റ് 5 മാച്ചസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓൾമോസ്റ്റ് ഉറപ്പാണ് അവർ റിലേഗേഷൻ സോണിൽ വരെ എന്നുള്ളത്. അപ്പോൾ അവർക്ക് ഇനി മുന്നും പിന്നും നോക്കാനില്ല ആ ടീമിന്. 5 മാച്ചിൽ നിന്ന് 9 പോയിൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കാര്യമല്ല. അവർക്ക്
മിനിമം ഒരു 2-3 മാച്ചെങ്കിലും അവർക്ക് ജയിക്കണം. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റാറ്റാണ്. ഇനി ഇവരുടെ റിവേഴ്സ് ഫിക്ചർ നവംബറിൽ നടന്ന മാച്ച്, അതായത് പാഡർഹോണിൻ്റെ ഹോമിൽ പോയി ലൈപ്സിഗ് കളിച്ച മാച്ചിലാണെന്നുണ്ടെങ്കിൽ ലൈപ്സിഗ് തന്നെയാണ് ജയിച്ചത്. 3-2 ജയിച്ചായിരുന്നു. അന്ന് 2 ഗോൾ അടിച്ചു. അത് ഒരെണ്ണം മമ്പയും ഒരെണ്ണം ഗ്ലാസ്ഡുളയാണ്. ഞാൻ പറയാം, വീഡിയോ പോകുന്ന വഴിക്ക് ഞാൻ പറയാം. അപ്പോൾ അവർ ഓൾറെഡി 2 ഗോൾസ് അടിച്ചിട്ടുണ്ട് ഇവർക്കെതിരെ, പക്ഷെ അത് അവരുടെ ഹോമും കൂടെയാണ്. അത് നിങ്ങൾ നോക്കുക. ഇനി മാച്ചിൻ്റെ കൂടുതൽ സ്റ്റാറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈപ്സിഗ് ഇവരുമായിട്ട് നടന്ന 4 മീറ്റിംഗ്സിലും ജയിച്ചിട്ടുണ്ട്. ഇനി വേർണർ തന്നെയാണ് അവരുടെ ടോപ്പ് സ്കോറർ, 25 ഗോൾസ് ആണ്. ലെവൻഡോസ്കിയുടെ 29 ഗോൾസിൻ്റെ പുറകെ നിൽക്കുകയാണ്. അപ്പം ഈ മാച്ച് കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. മാക്സിമം ഗോൾ അടിക്കാൻ വേണ്ടിയായിരിക്കും വേർണർ നോക്കുക. ലെവൻഡോസ്കിയും വേർണറും തമ്മിലാണ് ഇപ്പോഴത്തെ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്, ടോപ്പിൻ്റെ. ഇനി ഷിക്കിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റാർട്ടും ഫസ്റ്റ് ഗോളും ഫസ്റ്റ് ഷോട്ട് ടാർഗറ്റിലോട്ട് എത്തിച്ചത് ഈ സെയിം പെയർ കഴിഞ്ഞ നവംബറിൽ മീറ്റ് ചെയ്തപ്പോൾ ഉള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ നോക്കുക. ഷിക്കിന് ഈ ഒരു ടീം വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സ്റ്റാർട്ട് കൊടുത്തൊരു ടീമാണ്. ഇനി മംബയുടെ കാര്യം നോക്കുകയാണെങ്കിൽ മംബ ഹൈലി ഔട്ട് ഓഫ് ഫോം ഇരിക്കുകയാണ്. അവരുടെ ടോപ്പ് സ്കോറർ മംബയാണ്, എന്നിരുന്നാലും ഹൈലി ഔട്ട് ഓഫ് ഫോം ആണ്. 5 ലീഗ് ഗോൾസ് ഉണ്ട്, ടോപ്പ് സ്കോററാണ്. പക്ഷേ എന്നിരുന്നാലും ലാസ്റ്റ് 12 ബുണ്ടസ്ലീഗ അപ്പിയറൻസിൽ നിന്ന് ഒരൊറ്റ ഗോൾ പോലും അടിക്കാൻ പറ്റിയിട്ടില്ല. ഹൈലി ഔട്ട് ഓഫ് ഫോം. വളരെ ഈ ഒരു പാറ്റേൺ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് 12 ഗെയിംസിൽ. അപ്പോൾ ലാസ്റ്റ് ടാർഗറ്റ് ഫൈൻഡ് ചെയ്തെന്ന് പറഞ്ഞാൽ 3-2 ലോസ്. ഈ ഒരു മാച്ചിലാണ് ലാസ്റ്റ് ഗോൾ അടിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സെർബനിക്ക് ഓൾറെഡി 5 ഗോൾസ് ഉണ്ട്, ഈക്വലി വിത്ത് മംബ. പക്ഷേ ജോയിൻ ചെയ്തത് ജാനുവരിയിലാണ്. അവരുടെ കുറച്ച് ഇപ്പോഴത്തെ ബെസ്റ്റ് പ്ലെയർ എന്ന് പറഞ്ഞാൽ ഞാൻ സെർബനി എന്നാണ് പറയാൻ പോകുന്നത്. മംബയെക്കാളും സെർബനിയാണ് കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. SL ആണെങ്കിലും സെർബനി ആയിരിക്കണം എല്ലാവരും ഇടാൻ പോകുന്നത്. ഇനി ഗ്ലാസുളയുടെ യെല്ലോ കാർഡ്സ് 15 ആണ്. അത് നിങ്ങൾ നോക്കുക. പക്ഷേ ഗ്ലാസ്ഗോ നല്ല പ്ലെയറാണ്. ഇനി പ്ലെയർ ടു വാച്ച് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീമോ വെർണറാണ്. 2 കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ വായിച്ചോളൂ അതിൻ്റെ ഇടയിൽ. എന്നാലും ഞാൻ പറയാം, 2 കാര്യങ്ങളുണ്ട്. വെർണർ ഓൾറെഡി ലെവൻഡോസ്കി ആയിട്ട് ഒരു ഫൈറ്റിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എങ്ങനെയെങ്കിലും ടോപ്പ് സ്കോർ ആവണം എന്നുള്ള. രണ്ടാമത്തെ കാര്യം, ഓൾറെഡി ബിഡിങ് ഗുഡ് ബൈ ടു RB ലൈപ്സിഗ്. അപ്പോൾ ഈ ഒരു സീസണൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആവും. ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആയി കഴിഞ്ഞാൽ പുള്ളി വേറൊരു ടീമിലേക്ക് പോകാൻ ഓൾറെഡി നമ്മൾ കുറച്ച് ന്യൂസ്, നിങ്ങൾ ഈ പ്രീമിയർ ലീഗിൻ്റെ ന്യൂസൊക്കെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം. ഓൾറെഡി ചെൽസിയുമായിട്ട് ജോയിൻ ചെയ്യാൻ എന്നുള്ളൊരു റൂമർ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി ചില റൂമേഴ്സ് ഉണ്ടായിരുന്നു, ലിവർപൂൾ അല്ലെങ്കിൽ ചെൽസി ആയിരിക്കും മെയിൻ സ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ മെയിൻ പോകാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ഇപ്പോൾ ഒരു ന്യൂസ് വന്നിരിക്കുന്നത് ചെൽസി ആയിട്ട് സൈൻ ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണും. ഓൾമോസ്റ്റ് ഷുവറാണ്. അപ്പോൾ ഇത് ഈ ഒരു മാച്ച് ഹൈ ആയിട്ട്, അതായത് ഈ ഒരു ലീഗ് എന്താണെങ്കിലും സീസൺ ഫിനിഷ് ചെയ്യുന്നതിന് മുമ്പേ ഒരു ഹൈ എൻഡ് കൊടുക്കാൻ വേണ്ടി വാർണർ മാക്സിമം ട്രൈ ചെയ്യും. അതുകൊണ്ട് പ്ലെയർ ടു വാച്ച് ഔട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്നത് വാർണർ തന്നെയാണ്. യൂണിവേഴ്സൽ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീമോ വെർണർ തന്നെയാണ്. ഇനി പ്രഡിക്ഷൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 3-1 എന്നുള്ള രീതിയിൽ RB ലൈപ്സിഗിനെ തന്നെയാണ് ഞാൻ ഫേവർ ചെയ്യുന്നത്. കാരണം പാഡർഹോൺ ഓൺ ദ അതർ ഹാൻഡ് വളരെ മോശം ഫോമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് മാച്ചിൽ ബൊറൂസിയ ഡോർട്ട്മണ്ടുമായിട്ട് തന്നെ 6-1 അവർ തോറ്റിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി കോൺഫിഡൻസ് വളരെ ലോ ആണ്. പിന്നെ ഓൾറെഡി ഇവർക്ക് ഒത്തിരി നല്ല പ്ലെയേഴ്സ് ഉണ്ട്. എങ്കുങ്കു ഉണ്ട്, പാട്രിക് ഷിക്ക് ഉണ്ട്, വെർണർ ഉണ്ട്, ഡാനി ഒൽമയുണ്ട്, സാബിറ്റൈസർ ഉണ്ട്. അപ്പോൾ ഒത്തിരി പ്ലെയേഴ്സ് ഉണ്ട്, നല്ല പ്ലെയേഴ്സ്. ഇനി പാഡർഹോണിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെർബനിയും മാമ്പയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയാനായിട്ട് പ്ലെയേഴ്സ് വളരെ കുറവാണ്. ദോ കുറച്ച് പ്ലെയേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടെ ടിപ്പിക്കൽ ഗോൾ സ്കോറേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും മാത്രമാണ്. അപ്പോൾ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഇനി SLPക്കിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ടീമോ വെർണർ എല്ലാവരുടെ യൂണിവേഴ്സൽ ക്യാപ്റ്റനാണ്. പീഷിക് എല്ലാവരുടെ യൂണിവേഴ്സൽ വൈസ് ക്യാപ്റ്റനാണ്. സാബിറ്റൈസർ ഉണ്ട്, പിന്നെ ഇങ്കുങ്കു ഉണ്ട്, ക്ലോസ്റ്റർമാൻ, സെർബനി. അവരുടെ ടീമിൽ നിന്ന് ഞാൻ സെർബനി മാത്രമേ എടുക്കുള്ളൂ. പക്ഷേ സെർബനി ഒരു റിസ്കി SL ആണ്, C/VC കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ 4 മെമ്പർ ലീഗിൽ നിങ്ങൾ സെർബനിക്ക് CO വൈസ് ക്യാപ്റ്റൻ കൊടുക്കുക. പക്ഷേ 3 മെമ്പർ ലീഗിൽ ഒരിക്കലും നിങ്ങൾ ആ റിസ്ക് എടുക്കാൻ പോകരുത്. കാരണം നിങ്ങളുടെ ഒപ്പോണൻറ്റ് ഓൾമോസ്റ്റ് ഇതേപോലത്തെ ഒരു ടീമുമായിട്ടായിരിക്കും വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ റിസ്ക് എടുക്കാൻ പോകരുത്. നോർമലി എല്ലാവരും വരുന്ന ടീമിൽ ടീമോ വെർണർ, പീഷിക്, സാബിറ്റൈസർ, എങ്കുങ്കു, ക്ലോസ്റ്റർമാൻ ഇത്രയായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ സെർബനി നിങ്ങൾക്ക് റിസ്കി എന്നുള്ള ചോയ്സിൽ നിങ്ങൾക്ക് എടുക്കാം. ഇനി എനിക്ക് പറയാനുള്ളത് അവരുടെ സ്റ്റാറ്റ്സിനെ കുറിച്ചാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലൈനപ്പ് എന്ന് പറഞ്ഞ രീതിയിൽ. ഗുലാസ്കി, പിന്നെ ഹെസ്റ്റൻബർഗ്, ഡയോ ടുബസ്മേനോ, ലൂക്കാസ് ക്ലോസ്റ്റർമാൻ, പിന്നെ ഏഞ്ചലിനോ ഞാൻ അറിയാം ഡിഫൻഡർ ആണെന്നുണ്ടെങ്കിൽ കൂടെ കയറി നിന്ന് കളിക്കുന്ന ഒരു പ്ലെയറാണ്, വിങ്ങറാണ്, ഇമ്പോർട്ടൻറ്റ് പ്ലെയറാണ്.
പിന്നെ കോൺറാഡ് ലൈമർ വളരെ ഇമ്പോർട്ടൻറ്റ് അവരൊരു പ്ലെയറാണ്. സാബിറ്റൈസർ ഓൾമോസ്റ്റ് അവരുടെ ക്യാപ്റ്റനാണ്, ഇമ്പോർട്ടൻറ്റ് പ്ലെയർ. ഇൻകുങ്കു കഴിഞ്ഞ കളിയിൽ ഒരു ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. ഡാനി ഓൾമോ ഞാൻ കഴിഞ്ഞ കളിയിൽ പറഞ്ഞു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു GL ടിപ്പാണ്. കഴിഞ്ഞ കളിയിൽ ഗോൾ സ്കോർ ചെയ്തു, അതൊരു ലോങ് ഷോട്ടാണ്. ദോ ഒരു ലക്കിൻ്റെ ബേസിസിലായിരിക്കാം ഗോൾ സ്കോർ ചെയ്തത്, പക്ഷേ ഹീസ് എ പൊട്ടൻഷ്യൽ ഗോൾ സ്കോറർ. സ്പെയിനിൻ്റെ അണ്ടർ 19 അതുപോലെ ഇപ്പോഴത്തെ മെയിൻ ടീമിലും കളിച്ച് ഗോൾ അടിച്ചിട്ട് എഫിഷ്യൻസി ഉള്ളൊരു പ്ലെയറാണ്. പുള്ളിയുടെ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ഫേവറബിൾ ആണ്. കാരണം ഒരു അറ്റാക്കിംഗ് മിഡ് എന്നുള്ളതാണെങ്കിൽ പറയാം, അല്ലെങ്കിൽ ടീമോ വർണർ അല്ലെങ്കിൽ പാട്രിക് ഷിക്കിന് സപ്ലൈ കൊടുക്കുന്ന ഒരു പ്ലെയർ ആവും. അതുപോലെ നേരെ ചെന്ന് ഗോളിൽ കയറാനുള്ള ഒരു ചാൻസും ഡാനി ഓൽമോയ്ക്കുണ്ട്. ലോങ് ഷോട്ടിന് കുറച്ച് ബെറ്റർ ആയിട്ടുള്ള പ്ലെയറാണ്, ആക്യുറസി നല്ലതാണ്, ഹൈ പ്രസ്സിംഗ് ആണ് പുള്ളിയുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ടീമോ വർണർ എല്ലാവർക്കും അറിയാം, നല്ലൊരു പ്ലെയറാണ്. പാട്രിക് ഷിക്ക് അതുപോലെ തന്നെ അവരുടെ ബെസ്റ്റ് പ്ലെയർ എന്ന് പറഞ്ഞാൽ ടീമോ വർണറും പാട്രിക് ഷിക്കും ആണ് ഇപ്പോഴത്തെ ഇതനുസരിച്ചിട്ട്. സാബിറ്റൈസർ, എൻകുങ്കു എല്ലാവരും തന്നെ ബെസ്റ്റാണ്. ഇനി പാരഹോണ്ട് കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെന്നിസ് സെർബനി ഇവിടെ ഉണ്ട്, പിന്നെ സ്റ്റെർലി മാംബ. ഞാൻ പറഞ്ഞു നേരത്തെ അവരുടെ ടോപ്പ് സ്കോറേഴ്സ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ആണ്, ഇവർ രണ്ടുപേരും 5 ഗോൾസാണ് സ്കോർ ചെയ്തിരിക്കുന്നത്. പിന്നെ കായ് പ്രോഗർ, ക്ലോസ് ഗാസ്റ്റുള, പിന്നെ സെബാസ്റ്റ്യൻ വെസ്ലാഡിസ്, പിന്നെ ക്രിസ്റ്റഫർ ആൻഡ് അഡ്ജി, പിന്നെ അവരുടെ ഡിഫൻഡർ ജാമിലു കോളിൻസ്. കഴിഞ്ഞ കളിയിൽ ബൊറോസിയായിട്ട് കുറേ നേരം ഡിഫെൻഡ് ചെയ്യാൻ സഹായിച്ചത് ജാമിലു കോളിൻസിൻ്റെ ഒത്തിരി അറ്റാക്ക്. ഞാൻ കളി കണ്ടു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ജാമിലു കോളിൻസ് ഒത്തിരി ഫൈറ്റ് ചെയ്തു ആ ഒരു മാച്ചിൽ, ഗോൾസ് എങ്ങനെയെങ്കിലും ബ്രേക്ക് ചെയ്യാൻ വേണ്ടി. പക്ഷേ ടീം മൊത്തത്തിൽ ശ്രമിച്ചു കഴിഞ്ഞാലേ മാറത്തുള്ളൂ. ഓക്കെ, പിന്നെ ഉവേ ഹുനൈമേനർ ആണ് കഴിഞ്ഞ കളിയിൽ ഗോൾ അടിച്ചത്, അതൊരു പെനാൽറ്റിയാണ്. ആ പെനാൽറ്റി എടുത്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഡെന്നിസ് സെർബിനിയാണ് നോർമലി പെനാൽറ്റി വരുന്നത്, അല്ലെങ്കിൽ സ്റ്റെർലി മാംബ. പക്ഷേ സെർബിനി കഴിഞ്ഞ കളിയിൽ മാനേജർ എന്തുകൊണ്ടോ, നല്ലൊരു പ്ലെയറാണ്, എന്തുകൊണ്ടോ പെട്ടെന്ന് തന്നെ സബ് അടിച്ചു, അതുകൊണ്ടാണ് ഹുനൈമേനറിന് ആ ഒരു പെനാൽറ്റി കിട്ടിയത്. പിന്നെ ഡിഫൻഡർ ക്രിസ്ത്യൻ സ്ക്രോഡേക്ക്, പിന്നെ മുഹമ്മദ് ട്രാക്കർ, അവരുടെ ഗോളി ലേബർട്ട് സിംഗർലി. അപ്പോൾ ഇനി ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തേർഡ് പൊസിഷനും പാട്രോൺ വളരെ ലാസ്റ്റ് പൊസിഷനുമാണ്. ഇനി ഹോമിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ലെഗ് സ്പിക്കിൻ്റെ ഇതാണ് ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ 5 മാച്ചസിൽ 4 ഡ്രോ ആണ്, 1 മാത്രമാണ് വിൻ ചെയ്തിട്ടുള്ളത്, ലൂസ് ഒന്നും ചെയ്തിട്ടില്ല. ഇനി പാട്രബോണിൻ്റെ എവേ മാച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 5 മാച്ചിൽ 3 അവർക്ക് ഡ്രോ പിടിക്കാൻ പറ്റി. അതൊരെണ്ണം ഫോർച്യൂണ ഡിസോർട്ടോഫ്, ഒരെണ്ണം ഓക്സ്ബർഗ്, ഒരെണ്ണം FC ഷാൽക്കെ ആയിട്ട് അവർക്ക് ഡ്രോ പിടിക്കാൻ പറ്റിയിട്ടുണ്ട്. തോറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയൺ മ്യൂണിക്ക് തോറ്റു, അറ്റ്ലീസ്റ്റ് അതൊരു 5-8 തോറ്റത്, 3-2. പിന്നെ ഒരെണ്ണം തോറ്റത് FSV മെയിൻസുമായിട്ട്, പക്ഷേ അത് ക്ലീൻ ഷീറ്റിൽ FSV മെയിൻസ് ജയിച്ചു. ഇനി H2Hൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ നവംബറിൽ റിവേഴ്സ് കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഹോമിൽ RP ലെഗ്സ്പിഗ് 3 ഗോൾ അടിച്ച് ജയിച്ചു. ഇനി അതിൻ്റെ സ്റ്റാറ്റ്സിലേക്ക് ഞാൻ പോകാം, അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ കാണിച്ചു തരാമെന്നുള്ളത്. അതിൽ ഗോൾ അടിച്ചവരുടെ റീസൺസ് ഞാൻ കാണിച്ചു തരാം. അതിൽ ഗോൾ അടിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു പാട്രിക് ഷിക്കാണ്, പിന്നെ ടീമോ വർണർ, സാബിറ്റൈസറാണ് 3 ഗോൾ അടിച്ച്. പിന്നെ അതിൽ ഗോൾ അടിച്ച വേറെ 2 പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ ഗ്ലാസ്റ്റുളയും സ്റ്റെർലി മാംബയാണ്. അന്ന് ടീമിൽ നമ്മുടെ സെർബനി ഇല്ല, സെർബനി ജാനുവരിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു മാച്ചിൽ ക്രിസ്റ്റഫർ എൻകുങ്കു, കാരണം ഇവരുടെ നോർമൽ ആയിട്ടുള്ള ഒരു ലൈനപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, പ്രത്യേകത ഒരു ലൈനപ്പാണ് അവരുടെ. 4-2-2-2 എന്ന് പറഞ്ഞ കോമ്പിനേഷനാണ് ഇവരുടെ, അതുപോലെ തന്നെയാണ് 4-2-2-2 എന്ന് പറഞ്ഞ കോമ്പിനേഷൻ. ഇപ്പോൾ നോർമലി നാളെയും മെയിൻ ലൈനപ്പ് വരുമ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കാം, ഇത് തന്നെ വരണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഈ ഒരു ലൈനപ്പിൽ അവരുടെ കോമ്പിനേഷൻ വരുമ്പോൾ മാറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് കഴിഞ്ഞ മാച്ചിൻ്റെ സ്റ്റാറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ലാസ്റ്റ് പാട്രഹോണിൻ്റെ എവേ മാച്ചിൻ്റെ കാര്യം നമുക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം. ഡ്രോ ആണ് ഓക്സ്ബർഗുമായിട്ട്, ഫോർച്യൂണായിട്ട് ഡ്രോ ആണ്. ഇതെല്ലാം മെയിലാണ്. ഇതൊരെണ്ണം 28 മെയിൽ നടന്ന കളിയാണ്, ഒരെണ്ണം 16 മെയ്. ഇത് രണ്ടും റീസ്റ്റാർട്ടിന് ശേഷം നടന്ന എവേ മാച്ചാണ്, നിങ്ങളത് നോക്കണം. അതിന് മുന്നത്തെ 2 മാച്ച് തോറ്റിട്ടുണ്ട്, അത് റീസ്റ്റാർട്ടിന് മുന്നേ ഉള്ളതാണ്. പിന്നെ FC ഷാൽക്കെ ആയിട്ടുള്ളത് ഡ്രോ ആണ്. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഡ്രോ പിടിക്കാൻ ചെറിയൊരു ചാൻസ് ഉണ്ട്, പക്ഷേ അത് ഫോർച്യൂണയും ഓക്സ്ബർഗുമായിട്ടുള്ള മാച്ചാണ്. RP ലെഗ്സ്പിക്കിനെ അങ്ങനെ പിടിച്ചെടുത്താൻ പറ്റത്തില്ല, പക്ഷേ എന്നിരുന്നാലും ഒരു മാക്സിമം ഡിഫെൻഡ് ചെയ്യാൻ നോക്കും. അപ്പോൾ അന്നത്തെ മാച്ചിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ലൈനപ്പിൻ്റെ അല്ലെങ്കിൽ പോയിൻറ്റ്സിൻ്റെ ബേസ് ഞാൻ പറഞ്ഞുതരാം. അന്ന് പോയിന്റ്സ് കിട്ടിയത് ക്രിസ്റ്റഫർ ആഞ്ചലോയ്ക്ക് 7.1 ഉണ്ട്, വാസിൽഡാസ് അതുപോലെ തന്നെ, പിന്നെ സെബാസ്റ്റ്യൻ സ്കോണോവ്, അതുപോലെ യുവേ ഹുൻമൈനർ, ഇവർക്കെല്ലാം നല്ലൊരു രീതിയിൽ പോയിന്റ്സ് കിട്ടി. അതുപോലെ അവരുടെ ഗോളി നല്ലോണം പെർഫോം ചെയ്തു അന്നത്തെ മാച്ച്. ഇനി ബെറ്റിംഗ് ഓഡ്സിനെ സംബന്ധിച്ചിടത്തോളം 1.14 എന്നുള്ള രീതിയിൽ RP ലെഗ്സ്പിക്കിനെയാണ് ഓഫ് കോഴ്സ് ഫേവർ ചെയ്തിരിക്കുന്നത്. അതുപോലെ പാട്രഹോൺ 15 ആണ്, ഡ്രോ ആണെന്നുണ്ടെങ്കിൽ 8 ആണ്. മാച്ച് നടക്കാൻ പോകുന്ന ലെഗ്സ്പിക്കിൻ്റെ ഹോം ഗ്രൗണ്ടായ റെഡ് ബുൾ അറീനയിൽ വെച്ചിട്ട് തന്നെയാണ്. ഇനി കൂടുതൽ ഇൻഫർമേഷൻസിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ റേസൺ ബാൽസ്പോർട്ട് ലെഗ്സ്പിക്കിൻ്റെ സമ്മറി നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ അവരുടെ ടീമോ വർണർ തന്നെയാണ്. ഇനി ഹോമിൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടീമോ വർണർ, ക്രിസ്റ്റഫർ എൻകുങ്കു, പാട്രിക് ഷിക്ക്, ഡയോട്ട് ഉബുവസേനോ,
കോൺട്രാഡ് ലേമർ, സാബിറ്റൈസർ. എൻകുങ്കു ഓൾറെഡി 2 ഗോളും 7 അസിസ്റ്റും കൊടുത്തിട്ടുണ്ട്. സാബിറ്റൈസർ 3 ഗോളും 1 അസിസ്റ്റും. പിന്നെ ടീമോ വെർണർ 10 ഗോളും 4 അസിസ്റ്റും. പിന്നെ കെവിൻ ക്യാമ്പൽ ഉണ്ട്. കെവിൻ ക്യാമ്പൽ നാളെ കളിക്കാൻ ചാൻസ് ഇല്ല, ഓൾറെഡി 1 അസിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി ഒഫൻസീവിൻ്റെ കാര്യത്തിൽ ഗോൾ സ്കോറേഴ്സിൻ്റെ കാര്യം നമുക്ക് നോക്കാം. ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടീമോ വെർണർ, സാബിറ്റൈസർ, പാട്രിക് ഷിക്, എൻകുങ്കു. ഇനി ഹോമിൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടീമോ വെർണർ, പാട്രിക് ഷിക്, എമിൽ ഫോൾസ്ബർഗ്, പിന്നെ യൂസഫ് പോൾസൺ കളിക്കാൻ ചാൻസ് ഇല്ല, പിന്നെ സാബിറ്റൈസർ, പിന്നെ എൻകുങ്കു പക്ഷേ അസിസ്റ്റ് കൂടുതൽ കൊടുക്കുന്ന പ്ലെയറാണ്, പിന്നെ കോൺട്രാഡ് ലേമർ. ഇനി പാസിങ്ങിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോമിൽ ഏറ്റവും കൂടുതൽ പാസിങ് കൊടുക്കുന്നത് ക്രിസ്റ്റഫർ എൻകുങ്കു ആണ്. ക്രിസ്റ്റഫർ എൻകുങ്കു ഗോൾ സ്കോറിനേക്കാൾ ഉപരി ഒരു കൂടുതൽ അസിസ്റ്റ് കൊടുക്കുന്ന പ്ലെയറാണ്. ലാസ്റ്റ് മാച്ച് ഓഫ് കോഴ്സ് ഗോൾ അടിച്ചു, പക്ഷേ എന്നിരുന്നാലും അസിസ്റ്റ് കൊടുക്കുന്ന പ്ലെയറാണ്. ഹൈ പ്രസ്സിംഗ് ആണ് പുള്ളിയുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓഫ് കോഴ്സ് കഴിഞ്ഞ കളിയിൽ ഒരു ഗോൾ അടിച്ച ഒരു പ്ലെയറാണ് ഡാനി ഓൽമോ. ഇവിടെ അവൈലബിൾ ആണ്. ഡാനി ഓൽമോയ്ക്ക് ഒരുപാട് മാച്ചസ് കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരുപാട് സ്റ്റാറ്റ്സ് കാണാൻ പറ്റാത്തത്. ഇനി സ്റ്റാറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റിംഗ് ലോങ് ഷോട്ട് ഓപ്പർച്യൂണിറ്റീസ്, കമ്മിങ് ബാക്ക് ഫ്രം ലൂസിംഗ് പൊസിഷൻസ്, ഞാൻ പറഞ്ഞു അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ക്രിയേറ്റിംഗ് ചാൻസസ് ത്രൂ ഇൻഡിവിജ്വൽ സ്കിൽസ്, അറ്റാക്കിംഗ് ഡൗൺ ദ വിങ്ങിൽ അറ്റാക്ക് കൂടുതലാണ്, ഫിനിഷിംഗ് സ്കോറിംഗ് ചാൻസസ്, കൗണ്ടർ അറ്റാക്കിംഗ് കൂടുതലാണ്, അറ്റാക്കിംഗ് സെറ്റ് പീസസ്, പ്രൊട്ടക്ടിംഗ് ദ ഷീൽഡ്, സ്റ്റീലിംഗ് ദ ബോൾ ഫ്രം ദ പൊസിഷൻ ആൻഡ് ഡിഫെൻഡിങ് സെറ്റ് പീസസ്. അവരുടെ വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ ഓഫ് സൈഡിൻ്റെ ട്രാപ്പ് വരാറുണ്ട് അവർക്ക് കൂടുതൽ, വെർണറിനൊക്കെയാണ് കൂടുതൽ വരുന്നത്. പിന്നെ ഇൻഡിവിജ്വൽ എറേഴ്സ് ഒത്തിരി വരുന്നുണ്ട്, യെല്ലോ കാർഡൊക്കെ കിട്ടുന്നുണ്ട് അവർക്ക്. പിന്നെ ഇവരുടെ സ്റ്റൈൽ ഓഫ് പ്ലേ എന്ന് പറഞ്ഞാൽ അവരുടെ പൊസഷൻ ഫുട്ബോളാണ് അവരുടെ സ്റ്റൈൽ ഓഫ് പ്ലേ. അവർ കൺട്രോൾ ചെയ്യുന്നത് ഓപ്പോസിഷൻ ഹാഫിലാണ്. പിന്നെ അറ്റാക്ക് ടു ദ മിഡിലുണ്ട്. അത് ഞാൻ പറഞ്ഞ മിഡിൽ നിൽക്കുന്ന പ്ലേയേഴ്സിനും ഗോൾ അടിക്കാൻ ചാൻസ് ഉണ്ട്. എൻകുങ്കു കഴിഞ്ഞ കളി ഗോൾ അടിച്ച ആ ഒരു രീതിയിലാണ്. പിന്നെ ഷോർട്ട് പാസസ് ഉണ്ട്. അറ്റംപ്റ്റ് ടു ദ ബോൾസ് ഓഫൺ, ടേക്ക് എ ലോട്ട് ഓഫ് ഷോട്ട്സ്, ഒരുപാട് ഷോട്ട്സ് ട്രൈ ചെയ്യുന്ന ഒരു ടീമാണ്. പ്ലേ ഓപ്സിറ്റർ, പിന്നെ നോൺ അഗ്രസീവ് ആണ്. അപ്പോൾ ടോട്ടൽ നോക്കുകയാണെങ്കിൽ ടീമോ വെർണർ, സാബിറ്റൈസർ, ഷിക്, എൻകുങ്കു, പോൾസൺ. ഹോം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടി വെർണർ, ഷിക്, പോൾസൺ, ഫോൾസ്ബർഗ്, സാബിറ്റൈസർ. അസിസ്റ്റിൻ്റെ കാര്യത്തിൽ എൻകുങ്കു, വെർണർ, ലേമർ. അപ്പോൾ യൂണിവേഴ്സൽ ക്യാപ്റ്റൻ എന്ന രീതിയിൽ നമുക്ക് വെർണറിനെ തന്നെ കൊടുക്കാം. വൈസ് ക്യാപ്റ്റൻ്റെ ചോയ്സ് ഞാൻ ഓൾറെഡി തന്നിട്ടുണ്ട്. ഞാൻ ടീം ഒന്നുകൂടെ പറയുമ്പോൾ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് പറയാം. ഇനി പാറ്റർബോണിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാറ്റർബോണിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒത്തിരി ഒന്നും പറയാനില്ല അവരുടെ കാര്യത്തിൽ. ഇനി മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ സെബാസ്റ്റ്യൻ ഷോളിന് ഒരു ഡിഫൻഡറാണ് ഏറ്റവും കൂടുതൽ പോയിന്റ്സ് കരസ്ഥമാക്കിയിട്ടുള്ളത്. ഇനി എവയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് അവർക്ക് തന്നെയാണ്. പ്രോഗർ ഉണ്ട് അതിൻ്റെ ഇടയിൽ. പിന്നെ ഒഫൻസിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഗോൾസ് സ്കോർ ചെയ്യിക്കുന്നത് മാമ്പയാണ്. മാമ്പ 3 ഗോൾസ് എവയിൽ. ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെന്നിസ് സെർബനി 5 ഗോളാണ്, കാരണം മിനിറ്റ്സ് കുറവായതുകൊണ്ട്. സ്റ്റെർലി മാമ്പ 5 ഗോളും 2 അസിസ്റ്റുമാണ്. ഇനി നമുക്ക് എവേ ആയതുകൊണ്ട് എവേ തന്നെ നോക്കാം. സ്റ്റെർലി മാമ്പയാണ് കൂടുതൽ ഗോൾ അടിച്ചിരിക്കുന്നത്. പിന്നെ സ്വെൻ മൈക്കിൾ കളിക്കാൻ ചാൻസ് ഇല്ല, കളിക്കുകയാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. അതുപോലെ അബ്ദുൽ ഹമീദ് സബീർ നിങ്ങൾക്ക് ഇവിടെ കാണാം. ട്യൂണീഷ്യയിലെ ഒരു പ്ലെയറാണ്, മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം കളിക്കുവാണെന്നുണ്ടെങ്കിൽ. പിന്നെ ബെൽ സോൾസിൻസ്കി കളിക്കുകയാണെങ്കിൽ ട്രൈ ചെയ്യുക. ഇവിടെ സെർബിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും, എവയിൽ ഒരൊറ്റ ഗോളേ അടിച്ചിട്ടുള്ളൂ, പക്ഷേ അത് 116 മിനിറ്റ് ഓൾറെഡി കളിച്ചിട്ടുള്ളൂ. ഹോമിലാണ് സെർബനിയുടെ പെർഫോമൻസ് കുറച്ചും കൂടെ കൂടുതൽ, 4 ഗോൾസാണ് ഓൾറെഡി അടിച്ചിട്ടുള്ളത്. സബീറി അവിടെ നിങ്ങൾക്ക് കാണാം, അബ്ദുൽ ഹമീദ് സബീറി, പിന്നെ സോൾസിങ്കി, പ്രോഗർ, ഷ്കോൾനു, മമ്പ ഇവിടെ ഹോമിൻ്റെ സ്കോർ നോക്കുമ്പോൾ താഴോട്ടാണ് പോയിരിക്കുന്നത്. ഇനി മൊത്തത്തിലൊരു പാറ്റർബോണിൻ്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മാച്ചിൽ ഞാൻ പറഞ്ഞതാണ്, ക്രിയേറ്റിംഗ് ലോങ് ഷോട്ട് ഓപ്പർച്യൂണിറ്റീസ് അവരുടെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. പിന്നെ വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ പൊസഷൻ ഇല്ല, ഫിനിഷിംഗ് സ്കോർ ചാൻസസ് ഇല്ല, ഡിഫെൻഡിങ് അഗൻസ്റ്റ് ലോങ് ഷോട്ട് ഇല്ല, അവോയ്ഡിങ് ഇൻഡിവിജ്വൽ അവേഴ്സ് ഇല്ല, ഡിഫെൻഡിങ് സെറ്റ് പേസസ് ഇല്ല, ഡിഫെൻഡിങ് അഗൻസ്റ്റ് അറ്റാക്ക് ഡൗൺ ദ വിങ്സ് ഇല്ല, ഏരിയൽ ഡ്യുവൽസ് ഇല്ല. അപ്പോൾ ഒരു വീക്ക് ടീമിന് വേണ്ട എല്ലാ ക്വാളിഫിക്കേഷൻസ് അവർക്കുണ്ട്. സ്ട്രെങ്ത് തീരെ ഇല്ല. അവരുടെ സ്റ്റൈൽ ഓഫ് പ്ലേ എന്ന് പറഞ്ഞാൽ അറ്റാക്കിംഗ് ഡൗൺ ദ ലെഫ്റ്റ് ആണ് അവരുടെ സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ലോങ് ഷോട്ട് കൂടുതൽ അടിക്കുക, പിന്നെ വിഡ്ത്ത് വെച്ച് കളിക്കുക. അവരുടെ ഫസ്റ്റ് 11 എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിരിക്കും. എത്ര ലോസ് ആണെന്നുണ്ടെങ്കിൽ അവർ അങ്ങനെ മാറ്റാറില്ല ടീം. അവരുടെ ഹാഫിൽ തന്നെയാണ് അവർ കൂടുതൽ കളിക്കുന്നത്. ടീം കുറച്ച് അഗ്രസീവാണ്. ഇനി GL പിക്ക് പറയുന്നതിന് മുന്നേ ഞാൻ എൻ്റെ ടീം കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഒരു ബേസ് ടീം എന്നുള്ള രീതിയിൽ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഞാൻ ക്ലീൻ ഷീറ്റ് എന്നുള്ള രീതിയിലാണ് പോയിരിക്കുന്നത്. ഞാൻ എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ബെറ്റിംഗ് ഓഡ്സും അങ്ങനെ എല്ലാം ഫേവർ ചെയ്യുന്നത് ലെഗ് സ്പെഗിനെയാണ്. അപ്പോൾ ലെഗ് സ്പെഗിന് നമ്മൾ സപ്പോസ് ക്ലീൻ ഷീറ്റ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ തന്നെ റിസ്ക് ആണ്. പിന്നെ പാഡ്ഹോണിൻ്റെ ഇപ്പോഴത്തെ ഫോമും കൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്ലീൻ ഷീറ്റ് കൊടുക്കാതെ നിവർത്തിയില്ല. ഒപ്പോണൻറ്റ്
ക്ലീൻ ഷീറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൂസ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ക്ലീൻ ഷീറ്റ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു 3 ഡിഫൻഡർ എടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ഏതെങ്കിലും ഒരു പ്ലെയറിനെ എക്സ്ട്രാ ആഡ് ചെയ്യാം, എൻകുങ്കുനെ ആണെങ്കിലും. പിന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് സാബിറ്റൈസറിനെയാണ്. കാരണം ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്രെഡിറ്റിൻ്റെ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ സാബിറ്റൈസറിൻ്റെ ഇവിടെ പേഴ്സണൽ സെലക്ഷൻ 70.09 എൻകുങ്കുവിൻ്റെത് 85.13 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സപ്പോസ് ക്രിസ്റ്റഫർ എൻകുങ്കുവിനെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, അഥവാ സാബിറ്റൈസറിനെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു കൺഫ്യൂഷനുണ്ട്. രണ്ടുപേരും ഇമ്പോർട്ടൻ്റ് ആണ്. സാബിറ്റൈസർ ടീമിൻ്റെ ക്യാപ്റ്റനാണ്, എൻകുങ്കു അസിസ്റ്റ് കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്ന പ്ലെയറാണ്. സാബിറ്റൈസർ അതുപോലെ അസിസ്റ്റും ഗോൾ അടിക്കുന്ന പ്ലെയറാണ്. 2 കളിയിൽ ഗോൾ അടിച്ചില്ല എന്നുണ്ടെങ്കിൽ കൂടെ നല്ല ഇമ്പോർട്ടൻറ്റ് പ്ലെയറാണ് സാബിറ്റൈസർ. അവോയ്ഡ് ചെയ്യുന്നത് സൂക്ഷിച്ച് വേണം. അതുപോലെ ക്രിസ്റ്റഫർ എൻകുങ്കു അതുപോലെ തന്നെ ഇതിലാണ് എപ്പോഴും ഒരു കൺഫ്യൂഷൻ വരാൻ പോകുന്നത്. നിങ്ങൾക്ക് ഫോർവേഡിൽ ഇങ്ങനെ ഒരു ഡൗട്ട് വരത്തില്ല. കാരണം ഫോർവേഡിൽ എന്താണെങ്കിലും SL എന്നുള്ള രീതിയിൽ ടീമോ വെർണറിൻ്റെ ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റൻ ഷിക്കും പിന്നെ സെർബനിയാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. കാരണം സെർബനിയുടെയാണ് പേഴ്സണൽ സെലക്ഷൻ കൂടുതലുള്ളത്. അതുപോലെ കൂടുതൽ സേഫ് ആയിട്ടുള്ളത് സെർബനിയാണ്. കാരണം സെർബനിയുടെ റീസെൻറ്റ് സ്റ്റാറ്റ്സ് വളരെ നല്ലതാണ്. ജാനുവരി ജോയിൻ ചെയ്ത പ്ലെയർ ആണെന്നുണ്ടെങ്കിലും ഓൾറെഡി 5 ഗോളും അടിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റിസ്കിൽ സ്റ്റെർലിംഗ് മാംബെ വേണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യാം. കാരണം സ്റ്റെർലിംഗ് മാംബെയുടെ എവേ ഉള്ള ക്യാരക്ടറിസ്റ്റിക് ഒത്തിരി കൂടുതലാണ്. സമ്മതിച്ചു 12 മാച്ചസിൽ ഗോൾ അടിച്ചിട്ടില്ല. പക്ഷേ നാളത്തെ മാച്ചിൽ നടക്കാൻ പോകുന്നതിൽ ഏറ്റവും ഹൈ റിസ്ക് ആയിട്ടുള്ള GL ക്യാപ്റ്റൻ സ്റ്റെർലിംഗ് മാംബെയാണ്. ഞാൻ എടുത്തു പറയാം. SL പക്ഷേ നിങ്ങൾ സെർബിനെ എടുത്താൽ മതി, മംബെ എടുക്കരുത്. 4 മെമ്പറിലൊക്കെ നിങ്ങൾക്ക് ഒത്തിരി റിസ്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സ്റ്റെർലിംഗ് മാംബെ കൊടുക്കുക. പക്ഷേ ഞാൻ പറയുന്നത് സെർബനി എടുത്തിട്ട് റിസ്ക് എടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ക്യാപ്റ്റൻ വെർണർ, വൈസ് ക്യാപ്റ്റൻ സെർബനി ഒരെണ്ണം ജസ്റ്റ് ഒന്ന് കൊടുത്ത് നോക്കുക. പക്ഷേ അത് റിസ്ക്കിയാണ്, ഞാൻ ഇപ്പോഴേ പറയാം റിസ്ക്കിയാണ്. അപ്പോൾ എൻ്റെ ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ഞാൻ ഇട്ടിരിക്കുന്ന അവരുടെ മിഡ്ഫീൽഡ് എന്ന് പറഞ്ഞാൽ പ്രോഗറും വസൽഡാസും ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പോയിന്റ് കിട്ടുന്ന രീതിയിൽ നിങ്ങൾക്ക് മാറ്റാം. എൻ്റെ GL പിക്സിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറയുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് നിങ്ങളുടെ കൺഫ്യൂഷനൊക്കെ മാറ്റി കിട്ടും. അപ്പോൾ എൻ്റെ SL പിക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു. വെർണറാണ് യൂണിവേഴ്സൽ ക്യാപ്റ്റൻ, ഷിക്കോ യൂണിവേഴ്സൽ വൈസ് ക്യാപ്റ്റൻ, സാബിറ്റൈസർ, എൻകുങ്കു, ക്ലോസ്റ്റർമാൻ, സെർബനി നിങ്ങൾക്ക് റിസ്കി ആയിട്ടുള്ള രീതിയിൽ സെലക്ട് ചെയ്യാം, CO VCO ആയിട്ട്. ഇനി എൻ്റെ ഹൈ റിസ്കി GL പിക്ക് എന്ന് പറഞ്ഞാൽ മംബെയാണ്, നൺ അതർ ദാൻ മംബ. പിന്നെ സെർബനി എന്നുള്ള രീതിയിൽ സെർബനിയെ പറയാം. പിന്നെ ഡി ഓൾമോ, കഴിഞ്ഞ മാച്ചിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡി ഓൾമോ ഞാൻ പറയുന്നുണ്ട്. പിന്നെ പ്രോഗർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്ലെയറാണ്. പിന്നെ സ്വെൻ മൈക്കിൾ എന്ന് പറഞ്ഞൊരു പ്ലെയർ ഉണ്ട് പാഡർബോണിന്. അപ്പോൾ പാഡർബോണിൻ്റെ പ്ലേയിങ് ലെവലിൽ സ്വെൻ മൈക്കിൾ എങ്ങാനും സപ്പോസ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം GL. അതുപോലെ ജാസ്ലുവ നിങ്ങൾക്ക് ഓൾറെഡി ലൈനപ്പിലുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ വരുന്ന പ്ലെയറാണ് ഗ്ലാസ്റ്റുല. അപ്പോൾ ഗ്ലാസ്റ്റുല ഓൾറെഡി ഉള്ള പ്ലെയറാണ്. ഗ്ലാസ്റ്റുല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീമിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യാം. പക്ഷേ ഞാൻ പറയുന്ന മംബെ നിങ്ങളൊരു ഹൈ റിസ്ക് എടുക്കാൻ നോക്കുക മാക്സിമം. പിന്നെ കെ ലൈമർ നല്ലൊരു പ്ലെയറാണ്, GL വേണമെങ്കിൽ ട്രൈ ചെയ്യാം. പിന്നെ അബ്ദുൽ ഹമീദ് സബീറിയെ നിങ്ങൾ എടുക്കുക കളിക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ സ്വെൻ മൈക്കിൾ, ഗ്ലാസ്റ്റുല, അബ്ദുൽ ഹമീദ് സബീറി, പിന്നെ മംബ, ഇതാണ് എൻ്റെ GL ഹൈ റിസ്കി പിക്സ് എന്ന് പറയുന്നത്. പിന്നെ സെർബനി ഉണ്ട്, ഓൾമയുണ്ട്, പ്രോഗറുണ്ട്, കെ ലൈമർ ഉണ്ട്. പക്ഷേ ഞാൻ റെഡ് മാർക്ക് ചെയ്തിരിക്കുന്ന കൂടുതൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. മാംബ കുറേ നാളായി കളിച്ചിട്ട്. അപ്പോൾ നിങ്ങൾ റിസ്ക് ആണ്, നിങ്ങളുടെ ചോയ്സ് വളരെ വളരെ റിസ്ക്കിയാണ് മാംബെ ക്യാപ്റ്റനൊക്കെ വയ്ക്കുന്നത്. പക്ഷേ GL നിങ്ങൾ എപ്പോഴും അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വേണം വയ്ക്കാൻ. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. പിന്നെ എൻ്റെ രീതിയിൽ പ്രെഡിക്റ്റഡ് സ്കോർ എന്ന് പറഞ്ഞാൽ 3-0 വരാം, 5-1 വരാം, 2-1 വരാം, 3-1 വരാം. ഇനി ഡ്രോ എന്നുള്ള രീതിയിൽ അവർ അടുപ്പിച്ച് ഡ്രോ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ചിന്തിക്കാം, ഹൈ റിസ്കി ആണ്. പിന്നെ ഒരു 1-0 ജസ്റ്റ് ഒരു രീതിയിൽ ജയിക്കാം. ഇനി റിവേഴ്സ് ക്ലീൻ ഷീറ്റ് പോസിബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 99% എനിക്ക് തോന്നുന്നില്ല റിവേഴ്സ് ക്ലീൻ ഷീറ്റ്. കാരണം പാഡർബോൺ എന്ന് പറഞ്ഞ ടീം വളരെ വളരെ ഫ്ലോപ്പിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടീമാണ്. അപ്പോൾ അവർ ക്ലീൻ ഷീറ്റ് അടിക്കുക എന്ന് എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഈവൻ GL ആണെങ്കിൽ കൂടെ. പക്ഷെ നിങ്ങൾക്ക് അത്രയധികം നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ ഇതാണ് എൻ്റെ പ്രെഡിക്റ്റഡ് സ്കോർസ്, ഇതാണ് എൻ്റെ SL പിക്സ്, ഇതാണ് എൻ്റെ GL പിക്സ്. എൻ്റെ ബേസ് ടീം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ പ്രെഡിക്ഷൻ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൂട്ടുകാരിൽ എത്തിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇന്ന് ഞാൻ എൻ്റെ വേറൊരു ഡ്രീം 11 ചാനൽ നോക്കുമ്പോൾ നമ്മുടെ ചാനലിലെ കുറേ സബ്സ്ക്രൈബേഴ്സ് തന്നെ ആ ചാനലിലുണ്ട്. ഞാൻ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് ആയതുകൊണ്ട് തന്നെ എൻ്റെ ചാനൽ മാത്രമേ കാണുള്ളൂ എന്ന് ഞാൻ ആരോടും പറയത്തില്ല. കാരണം അവരവരുടെ ഇഷ്ടമാണ് ഏത് ചാനൽ ഫോളോ ചെയ്യുന്നുള്ളത്. എൻ്റെ ചാനൽ മാത്രം ഫോളോ ചെയ്യണമെന്ന് ഞാൻ ആർക്കും പറഞ്ഞിട്ടില്ല. പക്ഷേ എനിക്കൊരൊറ്റ ഉപദേശം അവരടുത്ത് പറയാനുള്ളൂ.
സപ്പോസ് എൻ്റെ ടിപ്സാണ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ടിപ്സ് മാത്രം ഫോളോ ചെയ്യുക. കാരണം എൻ്റെ ടിപ്സും മറ്റേ ചാനലിലെ ടിപ്സും നിങ്ങൾ എല്ലാം കൂടെ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഞാൻ ഓൾറെഡി എൻ്റെ ഫസ്റ്റ് ടിപ്പിൽ പറഞ്ഞതാണ് എൻ്റെ വീഡിയോയിൽ. നിങ്ങൾ ഒരുപാട് ചാനൽസ് അല്ലെങ്കിൽ ഒരുപാട് വീഡിയോസ് കണ്ട് കോംപ്ലിക്കേറ്റഡ് ആക്കരുത്. നിങ്ങൾ ഏതെങ്കിലും ഒരൊറ്റ കാര്യം ഫോളോ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിപ്പോകും. അതുകൊണ്ടാണ്. അല്ലാണ്ട് എൻ്റെ ചാനലോ ആരുടെ ചാനലോ ഫോളോ ചെയ്താലും കുഴപ്പമില്ല. നിങ്ങളുടെ വിന്നിങ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോഫിറ്റാണ് എൻ്റെ സന്തോഷം. പക്ഷേ നിങ്ങൾ ഇങ്ങനെ ഒരു കുഴിയിൽ മണ്ടത്തരം കാണിച്ച് നിങ്ങൾ കുഴിയിൽ ചാടരുത്. അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു പ്രഡിക്ഷൻ വരെ എല്ലാവർക്കും ബൈ.